പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നേന്ത്രപ്പഴമാണ്. മീഡിയം വലുപ്പത്തിലുള്ള 2 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പഴുത്ത കറുത്ത പഴം ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതങ്ങനെ കറുത്തൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. പഴം ഒന്ന് നന്നായിട്ട് കുക്കായി വരണം, അത്ര മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റോളമാണ് ഞാനിവിടെ ആവി കയറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. ഒരു ചെറു ചൂടോട് കൂടിയിട്ട് വേണം നമ്മളിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ഒരല്പം മാറി വന്നതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടവും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്. വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. അത് ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് വേണം നമ്മൾ അരിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അരിപ്പൊടിയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവ് അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ആ ഒരു അളവ് ചെറുതായിട്ട് മാറ്റമൊക്കെ ഉണ്ടാകും. നിങ്ങളിതുപോലെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് ഹാർഡും അല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല. ആ ഒരു രീതിക്ക് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്ന് വെക്കാതിരിക്കുക, മാക്സിമം അടച്ചെന്നെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനായിട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിന് പാകത്തിന് മാത്രം ചേർത്താൽ മതി. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടി വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മളുടെ ഫില്ലിങ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. ഈ ഒരു ഫില്ലിങ് നമ്മൾ സാധാരണ അടയിലൊക്കെ വെക്കുന്ന ആ ഒരു സെയിം ഫില്ലിംഗ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് തേങ്ങ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സേവനാഴിയാണ്. ഇതിലേക്ക് ഞാനിവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് തടവി കൊടുക്കുന്നത്. നെയ്യോ എണ്ണയോ തടവി കൊടുക്കാവുന്നതാണ്. അതിതുപോലെ നന്നായിട്ടൊന്ന് തടവിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിറക്കി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു കൊടുക്കാം. ഇനി ഇവിടെ ആവശ്യമായിട്ടുള്ളത് വാഴയിലയാണ്. അപ്പോൾ വാഴയിലേക്കാണ് നമ്മൾ പിഴിഞ്ഞിടാൻ വേണ്ടി പോകുന്നത്. ഇലയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇലയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ഇലയുടെ രുചിയും കൂടെ വരും. ഇതിലേക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിടാം. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രമാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്ന് നല്ല പോലെ തന്നെ നിരത്തി വെക്കാം. ഒരു സൈഡിൽ മാത്രം നിരത്തിയാൽ മതി. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലയുടെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ അടച്ചു വെക്കുകയാണ് വേണ്ടത്. കൈ ഉപയോഗിച്ച് അധികം പ്രസ് ചെയ്യണ്ട, അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങോട്ട് പോവും. അപ്പോൾ അതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളം വെച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ ഇലയായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ തയ്യാറാക്കിയ അളവിൽ 4 ഇലയാണ് എനിക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ആവി കയറി വരും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എല്ലാം തന്നെ കുക്കായി കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വെന്ത് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് വരാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നോളും.
ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം 10 മിനിറ്റിനുള്ളിൽ വെന്ത് വന്നിരുന്നു. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഴം വെച്ചിട്ടുള്ള നൂലപ്പത്തിൻ്റെ അടയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആ ഒരു നൂലപ്പം ഇരിക്കുക. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.